മനുഷ്യ മനസാക്ഷികളെ ഞെട്ടിച്ച നരബലി എന്ന കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി റോഷൻ കോന്നി സംവിധാനം ചെയ്ത കിരാത എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ക്രൂ മെമ്പേഴ്സ് ആണ് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. ഇപ്പൊ അന്ധവിശ്വാസം കൂടുതലായിട്ട് കണ്ടു തുടങ്ങാണ്. അനുമോൾ അതിൽ കഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. അപ്പൊ അനുമോൾ എവിടെ അഭിനയിക്കുകയോ അഭിനയിക്കാതിരിക്കുകയോ കൂടോത്രം നടത്തുകയോ നടത്താതിരിക്കുകയോ പാവയെ കൊണ്ട് പോവുകയോ പോവാതിരിക്കുകയോ അത് വിവരമുണ്ടാവണം. കിരാതയുടെ ഇന്റർവ്യൂവിൽ ആങ്കർ ചോദിക്കുകയാണ്, പള്ളിയിലച്ചൻ പട്ടം സ്വീകരിച്ചതുപോലെ രജിത് സാറ് ഷണ്ടത്വം സ്വീകരിച്ചു. അവനവനെ നിയന്ത്രിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കിരാതയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നത്. നിങ്ങൾ തന്നെ എന്നെ സ്ത്രീ വിരുദ്ധൻ നേരത്തെ പറഞ്ഞെങ്കിൽ ഇന്ന് സ്ത്രീകളാണ് എൻ്റെ ഏറ്റവും കൂടുതൽ. ഞാൻ എൻ്റെ അമിതമായ ലൈംഗിക ആസക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, സെക്ഷൽ ഡിസയർ. നിങ്ങൾക്ക് തന്നെ അറിയാം, ആണുങ്ങളാണോ ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് വന്ന് തുണി മാറ്റി പ്രദർശിപ്പിക്കുന്നത്, അതോ കുറേ സ്ത്രീകളാണോ അതിനകത്ത് വന്ന് തുണി മാറ്റി പ്രദർശിപ്പിക്കുന്നത്? മോള് പറഞ്ഞേ, ഞാൻ മോളൊരു കാര്യം ചെയ്യാം, ഞാൻ പോകുമ്പോൾ ഒരു ഫോട്ടോ വന്നേക്കണം, എനിക്കൊന്ന് പൂജാമുറിയിൽ വെച്ചിട്ട് ആരാധിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. കൺട്രോൾ, ഞാൻ പറഞ്ഞു, ഒരാളുടെ ലൈംഗികാസക്തി ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. എല്ലാവരുമായി കൺട്രോൾ. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കൊച്ചിറങ്ങി വരുമ്പോൾ സ്വന്തമായി കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. പിന്നെ അതിന് കൺട്രോളിങ് കൊടുക്കണം. അതിന് കൺട്രോളിങ് കോച്ചിങ് കൊടുക്കണം. അവര് സർട്ടിഫിക്കറ്റ് ആണ് തന്നത്. കാരണം യു സർട്ടിഫിക്കറ്റ് ഉള്ളതിൽ ലൈംഗിക ഉദ്ദീപനമായ സീനുകൾ വരാറുണ്ട്. കേൾക്കണോ സിനിമകളുടെ പേര്? ഹായ്, ഹലോ, വെൽക്കം ടു സെല്ലുലോയിഡ്. ദിസ് ഈസ് നിമിഷാറാം. മനുഷ്യ മനസാക്ഷികളെ ഞെട്ടിച്ച നരബലി എന്ന കോൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കി റോഷൻ കോന്നി സംവിധാനം ചെയ്ത കിരാത എന്ന മൂവിയുടെ വിശേഷങ്ങളുമായി ക്രൂ മെമ്പേഴ്സ് ആണ് നമ്മുടെ കൂടെ എത്തിയിട്ടുള്ളത്. നമസ്കാരം. ഫസ്റ്റ് തന്നെ രജിത്തേട്ടന്റെ ഡ്രസ്സ് ഉണ്ടെന്ന് കണ്ണടിച്ചു വരിക, നല്ല പച്ചപ്പ്. ഈ പച്ച നമ്മുടെ ദേശീയ പതാകത്തിൽ നോക്കിയേ. പച്ച എന്ന് പറയുന്നത് എപ്പോഴും നല്ലതാണ്. നമ്മുടെ ഗ്ലോബലൈസേഷൻ എടുത്ത് നോക്കിയാലും ഈ ഭൂമി പച്ചയുള്ളത് കൊണ്ടാണ്, മരങ്ങളുള്ളത് കൊണ്ടാണ്. നമ്മുടെ നാടും അത് തന്നെയാണ്. അത് വെട്ടിത്തെളിച്ച് ഡ്രൈ ആക്കി അത്യാഗ്രഹികൾ കിരാത പ്രവൃത്തികൾ ചെയ്തു കഴിയുമ്പോഴാണ്, കട്ടാളൻ്റെ പ്രവൃത്തികൾ ചെയ്തു കഴിയുമ്പോഴാണ് ഈ പച്ചയൊക്കെ എന്തായി മാറുന്നത്? ഉണങ്ങിയ അവസ്ഥയിലേക്കായി എല്ലാം തകർന്ന് തരിപ്പണമാവുന്നത്. അപ്പോൾ ഈ പച്ച പിടിക്കണമെന്ന് ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ പച്ചയിൽ തന്നെ വന്നത്. ഓക്കെ, കിരാത എന്ന മൂവി വിശേഷങ്ങളിലോട്ടാണ് നമ്മൾ കിടക്കുന്നത്. അപ്പോൾ രജിത്തേട്ടൻ ഇതിൽ അവതരിപ്പിച്ച കഥാപാത്രത്തെക്കുറിച്ച് ഞാനിതിൽ ഡയറക്റ്റ് തന്നെ പറയാം. അവതരിപ്പിച്ച കഥാപാത്രം എന്ന് പറയുന്നത് കോളേജ് പ്രിൻസിപ്പൽ. ഇത് കോളേജ് ക്യാമ്പസ് സ്റ്റോറിയാണ്. ഒരു കോളേജും അതിനകത്ത് നൂറുകണക്കിന് വിദ്യാർത്ഥിനികളുടെയും ശ്രദ്ധയോടുള്ള പഠന പ്രക്രിയയോടൊപ്പം അശ്രദ്ധയോടുകൂടിയുള്ള കുറേ പ്രവർത്തനങ്ങളും കൂടെ വിശദീകരിക്കുന്ന കോളേജ് ക്യാമ്പസ് സിനിമയാണ്. അപ്പോൾ അതിൽ ഒരു പ്രിൻസിപ്പൽ എന്നുള്ള നിലയിൽ എനിക്ക് കുറേ സീൻസ് ഉണ്ട്. സെൻട്രൽ ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ അതിൽ പല പാരൻസിൻ്റെ അവസ്ഥകൾ ഞാൻ കേൾക്കുന്നു, അവരുടെ ഫീലിങ്സ് അറിയുന്നു, കുട്ടികളെ അറിയുന്നു. അങ്ങനെ ഈ അറിവുകളിൽ ഞെട്ടിക്കുന്ന കുറേ അറിവുകളും കൂടെ കിട്ടുന്നു. അതാണ് ഈ സിനിമയുടെ ഇതിവൃത്തം. ഞെട്ടിക്കുന്ന കുറേ അറിവുകളുണ്ട്. രജിത് സാർ എന്ന് പറയുന്നത് അധ്യാപനത്തിൽ നിന്ന് തുടങ്ങി പിന്നീട് സിനിമാ മേഖലയിലോട്ട് വന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എങ്ങനെയാണ് സിനിമാ മേഖല? ആക്ച്വലി ഒരു കറക്ഷനുണ്ട്. ഞാൻ സിനിമാ മേഖലയിലാണ് ആദ്യം പഠിക്കുന്ന സമയത്ത് നോക്കിയത്. ഞാൻ കുറേ ചവിട്ടി. ടി എസ് സുരേഷ് ബാബു ചേട്ടൻ്റെ മാന്യന്മാർ എന്ന് പറയുന്ന സിനിമയിൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് ചെയ്തു. തുളസിദാസ് സാറിൻ്റെ മന്ത്രികുമാരിൽ ചെയ്തു. അങ്ങനെ കുറേ സിനിമകളിൽ, ഒരു 6-7 സിനിമകളിൽ ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തു. പിന്നെ 7 കോളേജിൽ പഠിച്ചു. ആ കോളേജുകളിലെല്ലാം സ്റ്റേജിലൂടെ 54ഓളം സർട്ടിഫിക്കറ്റ്. ഓരോ കോളേജിൽ നിന്ന് TC കൊടുത്ത് പറഞ്ഞു വിട്ടല്ല, 7 ഡിഗ്രികൾക്ക്. എൻ്റെ ഓരോ ഡിഗ്രികളും ഞാൻ 25 വർഷത്തിലധികം വിദ്യാഭ്യാസം ചെയ്യാനും, കാരണം വേറെ നിവൃത്തിയില്ല. എത്ര വയസ്സ് വരെ പഠിച്ചു? ഞാൻ ഏകദേശം 27 വയസ്സ് വരെ ഞാൻ പഠിച്ചു. എൻ്റെ ഡോക്ടറേറ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പം 26, 27 ഞാൻ കാലടി ശങ്കര കോളേജിൽ അധ്യാപകനായിട്ട് കയറുന്നത്. അപ്പം അത്രയും വർഷം പഠിച്ചത് എൻ്റെ അമ്മയുടെ ആഗ്രഹം, അമ്മയെ സന്തോഷിപ്പിക്കാൻ അത്രയും ഡിഗ്രികളൊക്കെ എടുക്കുമ്പം ഇത്രയും നല്ലതാണല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ സിനിമയുടെ പുറകെ ഞാൻ നടന്നു. 10 വർഷക്കാലം കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ തിരുവനന്തപുരത്ത് സിനിമയുടെ പുറകെ നടന്നു. പക്ഷേ പോയി, ചേട്ടൻ നേരത്തെ പറഞ്ഞ പോലെ ലൊക്കേഷനിൽ പോയി ഇരിക്കുകയും ഏതെങ്കിലും പാസിംഗ് ഷോട്ടുകളിലൂടെ കടന്നു പോവുകയും ഒക്കെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അന്ന് ചെറിയ കലാകാരനാണ്. ഞാൻ പഠിപ്പിക്കുമ്പോഴും നല്ലൊരു അധ്യാപകൻ എന്ന് പേരെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ടീച്ചിങ് ഈസ് ആൻ ആർട്ട് എന്നാണ്. നന്നായി പഠിപ്പിക്കാൻ കഴിഞ്ഞത്, നല്ല രീതിയിൽ അഭിനയിച്ച കാര്യങ്ങൾ, സബ്ജക്റ്റ് പ്രത്യേകിച്ച് ബയോളജിയാണ് സബ്ജക്റ്റ്, അത് നന്നായിട്ട് മനസ്സിലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ 1000-ലധികം MBBS MD DM സ്റ്റുഡൻസ് എൻട്രൻസ് ക്ലാസ് എനിക്കുണ്ടായിരുന്നു, പഠിപ്പിച്ച് കൊടുക്കുമായിരുന്നു. പക്ഷേ അപ്പോൾ എൻ്റെ ആഗ്രഹമൊന്നും സിനിമയിൽ നടന്നില്ല, കലാകാരൻ എന്നുള്ള നടന്നില്ല. അത് കഴിഞ്ഞ് പഠിച്ച് കയറി പിന്നെ ഞാൻ വേദം പഠിക്കാനിവിടെ തുടങ്ങി. എൻ്റെ ജീവിതത്തിലെ കുറേ തകർച്ചകളിലൂടെ. അങ്ങനെയാണ് ഞാൻ ബൈബിളും ഖുർആനും ഗീതയും രാമായണം ഭാഗവതം 10ഓളം വേദങ്ങൾ അതെല്ലാം ഒരുവിധം നന്നായിട്ട് സയൻറ്റിഫിക്കലി ലൈഫ് സയൻസും സ്പിരിച്വൽ സയൻസും കൂടെ
രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്തപ്പോൾ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായി. അത് പുതിയ തലമുറയ്ക്ക് കൊടുക്കണമെന്ന് വിചാരിച്ച് 16-17 വർഷം ഞാൻ ചാനലുകളിൽ ചർച്ചകളും ചാനൽ ചർച്ചകളിൽ അടികളും ബഹളമായിരുന്നു. കണ്ടിട്ടുണ്ടോ? അതിലാണ് ശബരിമല തകർക്കാൻ അന്നൊക്കെ ശ്രമിച്ചിരുന്ന. പക്ഷെ അതിനേക്കാളും ഞാൻ കണ്ടിട്ടുള്ളത് എനിക്ക് 12 വർഷമായി കാണും അല്ലെ, ഒരു വിമൻസ് കോളേജിൽ നടത്തിയ പ്രസംഗത്തിലൂടെയാണ് ഈ ഒരു യാത്രയിൽ അല്ല അങ്ങനെ ഒരു മൂല്യ പുനരുദ്ധാരണ ജാഥ എന്ന് പറയുന്ന ഒരു ജാഥയുടെ ഏറ്റവും അവസാനം കാസർഗോഡ് നിന്ന് തുടങ്ങി 99 കോളേജുകൾ സ്കൂളുകളിൽ അരമണിക്കൂർ വീതം മൂല്യങ്ങൾ പറഞ്ഞ് അവർ നമ്മൾ കണ്ടെത്തിയ സത്യങ്ങൾ ഒരു കെയർ നമ്മൾ കൺസിഡർ ചെയ്യുമല്ലേ, ആ ഒരു കൺസേണ്ടോട് കൂടി അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ എല്ലാം നല്ല കണ്ണുനീരും കയ്യടിയും പ്രോത്സാഹനമായിരുന്നു. പക്ഷേ ലാസ്റ്റിൽ തിരുവനന്തപുരത്ത് വന്നപ്പോഴാണ് ഇത്രയും 1000 അല്ലെങ്കിൽ 100 കണക്കിന് കുട്ടികളിരിക്കുമ്പോൾ പലരും നല്ല കാര്യങ്ങൾ മനസ്സിലാക്കി വരുമ്പോൾ ഒരു കുട്ടിയുടെ ഒരു റെസ്പോൺസ്, നെഗറ്റീവ് റെസ്പോൺസ്, ഒരു കൂവലെന്ന് വന്നിരുന്നു. ആ ഒരു കൂവല് വലിയ ചർച്ചയായി. എനിക്ക് തോന്നുന്നു രജിത് സാറിന്റെ പല പരാമർശങ്ങളും വിവാദമായി മാറുന്നു. സ്ത്രീ വിരുദ്ധത അതെ അത് വിവാദമാക്കി വളച്ചൊടിച്ചു. വിവാദങ്ങളാക്കുക നമ്മുടെ നാട്ടിൽ വളരെ വിവാദമാക്കിയതിനപ്പുറം അന്ന് പറഞ്ഞൊരു കാര്യം പെൺകുട്ടികൾ അടക്കവും ഒതുക്കവും ഉള്ളവരായിരിക്കണം. അടക്കവും ഒതുക്കമുള്ള മക്കളുണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് അടക്കം ഒതുക്കം വേണ്ടേ? നമുക്ക് അടക്കം ഒതുക്കം ഇല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളിൽ നിന്ന് അടുത്ത തലമുറ അടക്കം ഒതുക്കം വരുന്നത്? നമുക്ക് തോന്നിയ പോലെ നടക്കണം. അല്ല, ഞാൻ ചോദിക്കട്ടെ, നമുക്ക് തോന്നിയ പോലെ നടക്കണം, തോന്നിയ പോലെ പ്രവർത്തിക്കണം, എന്നിട്ട് നമ്മുടെ മക്കൾ ജനിക്കുന്നതെല്ലാം നല്ലതായിരിക്കണം എന്ന് പറഞ്ഞാൽ മുട്ടുകുറ്റി വളഞ്ഞിരുന്നാൽ പുട്ട് വളഞ്ഞു തന്നെയല്ലേ വരത്തുള്ളൂ. അതിനൊന്നും ഒരു മാറ്റം. അതെല്ലാം ശരി എന്നുള്ളത് കൊണ്ടാണ് ലോക മലയാളി ജനങ്ങൾ എന്നെ ഹൃദയത്തിലേറ്റിയതും അതിൽ ഞാൻ പിന്നെ 17 വർഷക്കാലം ചാനൽ ചർച്ചകൾ ഫൈറ്റ് ചെയ്തു. ഏറ്റവും ലാസ്റ്റിലാണ് ഈ ഒരു സംഭവത്തിലേക്ക് പോയി നെഗറ്റീവ്. അത് പക്ഷേ ഒരു കയ്യൊപ്പുള്ള, ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു കൂക്കായിരുന്നു, അല്ലെങ്കിൽ ഒരു റെസ്പോൺസ് ആയിരുന്നു. അത് എൻ്റെ ജാതകത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്, ഒരു പെൺകുട്ടി വഴിയാണ് ഞാൻ ഉയരുന്നത്. പെൺകുട്ടി വഴിയാണ് ഉയർന്നത്. നന്ദി മാത്രമേ ഉള്ളൂ. അവിടെ നിന്നാണ് പിന്നെ ദൈവം എന്നെ അറിയിക്കാൻ വേണ്ടി ബിഗ് ബോസ്. പക്ഷെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ വന്നതിന് ശേഷം രജിത്തേട്ടന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി. അതിനു മുന്നേ കണ്ട ഒരാളെ അതിന് മുന്നേ താടിയൊക്കെ വളർത്തി അല്ലെ, വേറെ തന്നെ രൂപത്തിൽ മാത്രമല്ല. ഞാൻ ഈ ആധ്യാത്മികമായ സ്പിരിച്വാലിറ്റി 16-17 വർഷം പഠിച്ചു. അത് ജനങ്ങൾക്ക് മെസ്സേജായി കൊടുത്തുകൊണ്ട് വന്നു. അതിൽ പക്ഷേ ഈ നേരത്തെ പറഞ്ഞ കണക്ക് ഈ കിരാത സിനിമയിലുള്ള സംഭവം തന്നെ ഒരു പോസിറ്റീവും നെഗറ്റീവും, സാത്താനിക് ആൻഡ് ഡിവൈൻ ആൻഡ് ഡെവിൾ, ഇതാണ് ഈ സിനിമയുടെ പ്രതിപാദ്യം. ഡിവൈനായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കിരാത സിനിമയിലുണ്ട്. അതുപോലെ തന്നെ ഡെവിളിൻ്റെ എഫക്റ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ഡിവൈനും ഡെവിളുമായിട്ടുള്ള പ്രവർത്തനങ്ങൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ 90%, ഇപ്പോൾ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം, ഇപ്പോൾ ഒരു അമ്മയ്ക്ക് 10 മക്കളുണ്ടെങ്കിൽ 9 മക്കളും നല്ല പെരുമാറ്റം പെരുമാറുമ്പം ഒരു കുട്ടി വേണ്ടാതെ കരച്ചിലും ബഹളമാണെങ്കിൽ ശ്രദ്ധിക്കപ്പെടുന്നത് ആരെയായിരിക്കും? ആ കരച്ചിലും ബഹളമുള്ള, കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് പറഞ്ഞ കണക്ക് ആ ലെവലിൽ ആ കുട്ടിയായിരിക്കും. ശരിയല്ലേ? അതുപോലെ 90% പേരും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും ചെയ്തപ്പോഴും എപ്പോഴും ബഹളക്കാരായ നെഗറ്റീവുകാരുണ്ട് ഒരു പിടി പേർ. അവരുടേതായിട്ടുള്ള പ്രസ്ഥാനത്തിൽ ഇതിങ്ങനെ ചർച്ച ചെയ്യിപ്പിച്ച് നമ്മളെ എന്താ പറയുക, ആടിനെ പട്ടിയാക്കുക. ഞാൻ നല്ലൊരു ആട്ടിൻകുട്ടിയായിരുന്നു. ആടിനെ പട്ടിയാക്കുക, എന്നിട്ട് അതിനെ പേപ്പട്ടിയാക്കുക, എന്നിട്ട് തല്ലിക്കൊല്ലുക. അങ്ങനെ ഞാൻ ചാനൽ ചർച്ചകളങ്ങ് നിർത്തി. അതുകൊണ്ടാണ് നിങ്ങൾക്കും തരണ്ടെന്ന് ഞാൻ നിർത്തിയത്. പക്ഷേ ആ സമയത്താണ് എന്നെ ലോകം അറിയണമെന്ന് ഡിവൈൻ പ്രിൻസിപ്പിൾ, ഈ പറഞ്ഞ ദൈവം ചെയ്തതും ഞാൻ ബിഗ് ബോസിലെത്തുന്നതും ലോകം മൊത്തം അറിയുന്നതും. അതിലൂടെ ഇന്ന് സിനിമകളിലേക്ക് കയറാൻ കഴിഞ്ഞു. കിരാത എന്ന് പറയുന്ന ഈ സിനിമയിൽ ഒരു നല്ല ശക്തമായ റോള് ചെയ്യാനായിട്ട് കഴിഞ്ഞത്. ഗോകുമാർ സർ ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കിരാത എന്ന സിനിമ, ഇത് ഒരു നടന്ന ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി അല്ലേ? ഇതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? കിരാത ഡീൽ ചെയ്യുന്ന വിഷയമെന്ന് പറയുന്നത് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഇതിൽ ഈ നെഗറ്റീവ് ചിന്തകൾ കൊണ്ട് ചില പേക്കൂത്തുകൾ കാട്ടിക്കൂട്ടും. ഇതുകൊണ്ട് അവർ തന്നെയാണ് ബാധിക്കപ്പെടുന്നതെന്ന് അവർ ആദ്യം മനസ്സിലാക്കും. ഇനിയും പലരും ഇത് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കുന്നുണ്ടാവും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ മനസ്സിലാക്കേണ്ടത് ഇതുകൊണ്ട് അവർ നശിച്ചു പോവുകയുള്ളൂ, വേറെ ആർക്കും ഒന്നും സംഭവിക്കും. പക്ഷെ ഇത് അന്ധവിശ്വാസത്തിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ? മെസ്സേജ് ഈ സിനിമയോ? അതായത് ഇതൊരു നരബലി എന്നത് യഥാർത്ഥത്തിൽ പത്തനംതിട്ടയിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. അതിനെ ആസ്പദമാക്കിയിട്ടാണല്ലോ സിനിമ. ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്ന സിനിമയല്ലേ ഇത്. നരബലി പ്രോത്സാഹിപ്പിക്കുന്ന സിനിമ. നരബലി ഉണ്ടോ? നരബലി നടന്നിട്ടുണ്ട്, അത് നടന്ന സംഭവമല്ലേ? നടന്നിട്ടുണ്ട്. പക്ഷെ ആ ഒരു കോൺസെപ്റ്റ്, അതായത് അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നേട്ടം ഉണ്ടാകുന്നതാണോ? അത് തെറ്റാണ്. അതാണ് ഞാൻ പറയുന്നത്. അത് ഒരിക്കലും അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞാൽ ആരെ ഉദ്ദേശിച്ചാണോ ചെയ്യുന്നത് അവർക്ക് ഒന്നും സംഭവിക്കില്ല, ഒരു കോട്ടവും സംഭവിക്കില്ല. ഈ ചെയ്യുന്ന ആളുകൾക്ക് ദോഷം സംഭവിക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇപ്പോൾ പല നല്ല ജ്യോത്സ്യന്മാരും പറയുന്നത്. അങ്ങനെയാണ്. പക്ഷെ സാക്ഷരത കേരളം എന്ന് പറയുമ്പോൾ പോലും ഇപ്പൊ അന്ധവിശ്വാസം കൂടുതലായിട്ട് കണ്ടു തുടങ്ങാണ്. സ്വന്തം
സാക്ഷരത എന്ന് വെച്ചാൽ ഇപ്പം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് സ്വന്തം പേര് അക്ഷരത്തെറ്റോടുകൂടി എഴുതുന്നതാണ് സാക്ഷരത. അതാണ് ഇപ്പോഴത്തെ സാക്ഷരത. അതല്ലല്ലോ സാക്ഷരത. വായിക്കണം, വായിച്ച ആദ്യം വിവരം ഉണ്ടാവണം. വിവരം ഉണ്ടാവാൻ വേണ്ടി വായിക്കണം. അത് ചെയ്യുന്നില്ലല്ലോ ആരും. മോളുടെ ഒരു 10 ഫ്രണ്ട്സിൽ 9 പേരെങ്കിലും പുസ്തകം വായിക്കാറുണ്ട്, മൊബൈൽ കുത്തിക്കൊണ്ടിരിക്കും അല്ലേ? അത് തന്നെയാണ് അവസ്ഥ. അതാണ് പ്രശ്നം. അപ്പം നമുക്ക് ആ ഇൻ്റലിജൻസ് വളരില്ല. നമ്മൾ കണ്ട് കേട്ട് നമ്മൾ താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. വായന എന്ന് പറയുന്നത് നമ്മൾ വല്ലപ്പോഴും വാരാചരണം വരുമ്പോൾ അക്ഷരം മാത്രം പഠിച്ചതുകൊണ്ട് സാക്ഷരതയാവില്ല. അക്ഷരം കൂട്ടി വാക്കുകളാവണം, വാക്കുകൾ കൂട്ടി ആശയങ്ങളാവണം. ആ ആശയം മനസ്സിൽ ഉൾക്കൊള്ളണം, എങ്കിലേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. അതാണ് സാക്ഷരത. മനസ്സിലുണ്ടാകുന്ന ഒരു പരിവർത്തനമാണ് സാക്ഷരത എന്ന് പറയുന്നത്. അല്ലാതെ അക്ഷരം എഴുതാൻ അറിയുന്നതല്ല സാക്ഷരത. പക്ഷെ എനിക്ക് തോന്നുന്നു മുൻപ്, ഇപ്പോഴല്ലല്ലോ ഈ കൂടോത്രം ഇതൊക്കെ പറയുന്നത്, പണ്ട് കാലത്തായിരുന്നു ഒരുപാട് ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇത് വീണ്ടും ഒന്നുകൂടെ ഇപ്പൊ ശക്തമായിട്ടിരിക്കുകയാണ്. അല്ല, വേറൊരു കാര്യമുണ്ട് മോളെ. അതെന്താന്ന് വെച്ചാൽ ഇപ്പോഴാണ് കൂടുതൽ മീഡിയ ഒക്കെ അത്രയും വിപുലമായിട്ടുള്ളത്. അന്നും ഉണ്ടായിരിക്കും, ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് ഇതൊക്കെ, അന്നും ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇന്ന് ഇത് കൂടുതൽ വ്യാപകമാവുന്നത്, അല്ലെങ്കിൽ നമ്മൾ അറിയുന്നത് ഈ മീഡിയ ഇത്രയും സ്ട്രോങ് ആയതുകൊണ്ട്. ഇല്ല. നല്ല നന്മ ചെയ്യുന്നവരെ മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതിൽ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. നല്ല കാര്യങ്ങൾ ചെയ്യണം. നേരത്തെ നിങ്ങളുടെ ചർച്ചയ്ക്കിടയിൽ ഞാൻ ഇങ്ങനെ കേട്ടു, ഒരുപാട് വലിയ വലിയ നടന്മാർ, മമ്മൂട്ടി, മോഹൻലാൽ ഒക്കെ സിനിമയിൽ വിജയിക്കുമ്പോഴും എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജിയുടെ പാട്ടായ ചരടുകളോ എന്തെങ്കിലുമൊക്കെ മുൻനിരയിൽ നിൽക്കുന്ന നടന്മാർക്ക് ഇടയിലുണ്ടെന്ന് പറയുന്നത് ഞാൻ കേട്ടിരുന്നു. എന്താണ് സാർ അത്? അല്ല, മമ്മൂക്കയ്ക്കില്ല കേട്ടോ. മമ്മൂക്ക മറ്റൊരു വിശ്വാസത്തിലാണ് മുമ്പ്. ചരടൊന്നും അങ്ങനെ വരണമെന്നില്ല. അദ്ദേഹം പ്രാർത്ഥിക്കും, നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അദ്ദേഹം പ്രാർത്ഥിക്കും, നിസ്കരിക്കും. അദ്ദേഹം കൃത്യമായിട്ട് പള്ളിയിൽ പോകാൻ സമയങ്ങളിൽ കൃത്യമായി പള്ളിയിൽ പോകുന്നത്. പ്രാർത്ഥിച്ചതുകൊണ്ട് നിസ്കരിച്ചതുകൊണ്ട് മാത്രം അല്ല, പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു നല്ല മെസ്സേജ് അല്ലേ? വിശ്വാസമല്ലേ? അന്ധവിശ്വാസം അല്ലല്ലോ. അന്ധമായി വിശ്വസിക്കുകയും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്താൽ അദ്ദേഹത്തിന് നാഷണൽ അവാർഡുകൾ കിട്ടൂലല്ലോ. കിട്ടുമോ? വിശ്വാസം കൊണ്ട് മാത്രം നാഷണൽ അവാർഡ് കിട്ടത്തില്ലല്ലോ. അതുകൊണ്ടല്ലേ പറഞ്ഞത്, ആ കർത്തവ്യം കറക്റ്റായിട്ട് ചെയ്യുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേഷങ്ങൾ വളരെ മനോഹരമായി, ഇപ്പോൾ ഇറങ്ങിയ തന്നെ കളങ്കാവൽ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ് അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ അത് ആർട്ടിസ്റ്റാണ്, മനസ്സിലായില്ലേ? അപ്പോൾ ലാലേട്ടൻ ഈ പറഞ്ഞ സ്പിരിച്വൽ കൂടെ കുറച്ചുകൂടെയാണ്. ലാലേട്ടൻ കുറച്ചുകൂടെ സ്പിരിച്വൽ ആയത് കൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും വലിയ അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയില്ലേ, ദാദാ സാഹിബ്. ചെറിയൊരു കാര്യമാണോ? അല്ല. ആർക്കും, മലയാളത്തിൽ ആർക്കും അത്ര പെട്ടെന്ന് പറ്റാത്തതും എല്ലാ വർഷങ്ങളിലും കിട്ടാത്തതുമായ ഒരു സാധനമാണ്. 7 കിട്ടിയോളെന്ന്. അതെന്റെ വലിയൊരു കാര്യമല്ലേ, നേട്ടമാണ്. അത് കിട്ടിയതൊന്നും അന്ധവിശ്വാസം കൊണ്ടോ, വിശ്വാസം ഇല്ലെങ്കിൽ കൂടെ ഗോപകുമാർ സാറിന്റെ കഴിവുകൊണ്ട്. എനിക്ക് 7 പ്രാവശ്യം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് അവാർഡൊക്കെ കിട്ടാനേ കുറച്ച് കഴിവും കൂടുതൽ ഭാഗ്യവുമാണ്. ഭാഗ്യം, അതാണ്. അത്രേ ഉള്ളൂ. അതെനിക്ക് അത്രയും ഭാഗ്യമുള്ളത് കൊണ്ടും കൂടിയാണ്, ഞാൻ എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, അത്രയും ഭാഗ്യവും കൂടി ഉള്ളത് കൊണ്ടാണ് എനിക്ക് കിട്ടിയത്. ഈ ഭാഗ്യം എന്ന് പറയുന്നത്, ചേട്ടൻ നേരത്തെ ഒരു വാക്ക് പറഞ്ഞു, നമ്മൾ നന്മ ചെയ്യുക, മനുഷ്യൻ നന്മയുള്ളവരായിരിക്കുക. ഈ നന്മയാണ് യഥാർത്ഥത്തിൽ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയുടെ അടിസ്ഥാനം അല്ലേ? ദൈവം എന്ന ഏത് വാക്കി പറഞ്ഞാലും, അള്ളാഹു എന്ന് പറഞ്ഞാലും, യഹോവ എന്ന് പറഞ്ഞാലും, ഈശോ എന്ന് പറഞ്ഞാലും, പരബ്രഹ്മം, പരമാത്മ എന്ന് പറഞ്ഞാലും, ഒരൊറ്റ ശക്തി, ഒരൊറ്റ യൂണിവേഴ്സൽ ഫ്ലോ ഓഫ് എനർജി. ആ ഊർജ്ജം എന്ന് പറയുന്നത് ക്രിയേറ്റിവിറ്റി, അതിന് ഭയങ്കര ഡൈനാമിക് പൊട്ടൻഷ്യാലിറ്റി ഉള്ളതുമാണ്. അതിൻ്റെ പാക്കറ്റ് ഓഫ് എനർജിയാണ് നമ്മുടെ ഉള്ളിലിരിക്കുന്ന സോൾ, ആത്മാവെന്ന് പറയുന്ന ഊർജ്ജം. ഈ ഊർജ്ജം വിട്ടുപോയി കഴിഞ്ഞാൽ ഇത് ശവമാണ്, തൊട്ടാൽ ഒരു ഫീലിങ്സും ഉണ്ടാവില്ല അല്ലേ? ഈ ഊർജ്ജം 2 തരത്തിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് പോസിറ്റീവായിട്ടും ആക്കാൻ പറ്റും, നെഗറ്റീവായിട്ടും ആക്കാൻ പറ്റും. ഈ നെഗറ്റീവ് ആക്കുന്നിടത്താണ്. അപ്പോൾ ഈ കിരാത എന്ന് പറയുന്ന സിനിമയിൽ പോസിറ്റീവായിട്ട് എല്ലാവരും പോസിറ്റീവായിരുന്നു. ചില പ്രത്യേക സാഹചര്യം വന്നപ്പം ചില വ്യക്തികൾ അവർ ഈ പറയുന്ന പോസിറ്റീവിനെ നെഗറ്റീവാക്കി മാറ്റാൻ നോക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ കോളേജ് സ്കൂളുമായിട്ട് ഏകദേശം 26-27 വർഷം പഠിച്ചതാണ്. പാഠഭാഗം പഠിച്ചു, കുത്തിയിരുന്ന് പഠിച്ചു, MSc റാങ്ക് വാങ്ങിച്ചു കേരള യൂണിവേഴ്സിറ്റി. കോളേജ് ക്ലാസ്സുകൾ തന്നെ 15-16 വർഷക്കാലം എനിക്ക് പഠിക്കേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? അത് കാര്യങ്ങൾ മനസ്സിലാക്കി എത്തിക്കാൻ വേണ്ടി ഞാൻ ഭാഗ്യമില്ലാത്ത ആളും കൂടെ ആയതുകൊണ്ടാണ്. എനിക്ക് ഭാഗ്യമുള്ള ആളായിരുന്നു, ഞാൻ ഭയങ്കര ഭാഗ്യമുള്ള ആളായിരുന്നുവെങ്കിൽ ഞാൻ അപ്പോഴും അഭിനയിക്കാൻ പോയപ്പോൾ അതിൽ ക്ലിക്കായിട്ട് പെട്ടെന്ന് അതുവഴി കയറിപ്പോണമായിരുന്നു. അപ്പം ഞാൻ ഗീതാ തത്വം വിശ്വസിക്കുന്ന ആളാണ്. ഭാഗ്യം വേണമെങ്കിൽ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. എങ്ങനെയെന്ന് വെച്ചാൽ, നിനക്ക് ഒരാഗ്രഹം, തീവ്രമായ ഒരാഗ്രഹം നിനക്കുണ്ടെങ്കിൽ, എനിക്കതാവണം, എനിക്കത് കിട്ടണം, എനിക്കത് നേടിയേ പറ്റൂ എന്ന് തീവ്രമായ ആഗ്രഹവും കഠിനമായ പരിശ്രമവും നിനക്ക് അതിൻ്റെ അകത്തുണ്ടെന്നുണ്ടെങ്കിൽ നീ അത് നേടിയിരിക്കും, അത് കിട്ടിയിരിക്കും. ഞാൻ ഡോക്ടറേറ്റാണ് എടുത്തത്, പരീക്ഷ എഴുതിയെടുത്ത സാധനമല്ല. ഒരു വസ്തു കണ്ടുപിടിക്കുകയാണ്. അത് തുടങ്ങുമ്പോൾ കിട്ടുമോ ഇല്ലയെന്ന് പോലും അറിഞ്ഞുകൂടാത്ത ഒരു എംറ്റി സ്പേസിൽ നിന്നാണ് ഞാൻ ബാക്ടീരിയയിലും ഫംഗസിലും കൂടെ സഞ്ചരിച്ചു പോവുകയും അത് കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് കിട്ടുകയും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗ്യം എന്ന് പറയുന്നൊരു വലിയ ഘടകമാണ്. അത് എങ്ങനെയാണ് ഭാഗ്യം കിട്ടുന്നത് ജന്മനാലെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം.
അത് നമ്മൾ നല്ല ഡിവൈൻ പ്രിൻസിപ്പിളുള്ള പാരൻസിന് അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ഒരു നല്ല പശ്ചാത്തലങ്ങളിൽ നമുക്ക് ജനിക്കാനുള്ള ഭാഗ്യം കിട്ടണം. നമ്മുടെ പൂർവ്വ കർമ്മഫലങ്ങൾ എന്ന് പറയുന്ന ആത്മാവിൽ അത് ഏറ്റവും നല്ല സ്ഥലത്ത് ചെന്ന് കയറാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാണ്. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ ലാലേട്ടൻ്റെ ആത്മാവെന്ന് പറയുന്ന പോലെ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്ന കണക്ക് എങ്ങനെ കത്തിജ്വലിച്ച് അങ്ങനെ കുറേ പേരുണ്ട്. മറ്റു കുറേ പേരെടുത്താലോ അവർ പെട്ടെന്ന് ഒന്ന് വളരും, ഭൂമി വരും, ടപ്പനെ ഏതെങ്കിലും രീതിയിൽ പെണ്ണ് കേസിൽ ചെന്ന് വീഴും, അല്ലെങ്കിൽ ഏതെങ്കിലും ലഹരി കേസിൽ MDMAയിൽ ചെന്ന് വീഴും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെന്ന് വീഴും, അവിടെ തകർന്നു വീഴും. താൾ ഇത്രയായിട്ട് ലാലേട്ടന് ഒരു പ്രോബ്ലം ഇല്ലല്ലോ, ഉണ്ടോ? നിങ്ങൾ ഈ പറയുന്ന സോ കോൾഡ് നെഗറ്റീവ് ഒന്നും ലാലേട്ടനില്ലല്ലോ, തകർച്ചകളില്ലല്ലോ, ഇല്ല. അതാണ് ആ സ്പിരിച്വൽ എനർജിയുടെ ആ പ്രൊട്ടക്ഷൻ്റെ ആ ഒരു കവചം എന്ന് പറയുന്നത്. ഓറ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു കവറിങ് ഉണ്ട്. അത് കുറച്ച് പഠിക്കണം. ചേട്ടൻ നേരത്തെ പറഞ്ഞാൽ വായിക്കുക, ചിന്തിക്കുക, പഠിക്കുക. ഇത് വായിക്കുകയില്ല, ചിന്തിക്കുകയില്ല, ഏതെങ്കിലും കുത്തി ഇരുന്ന് എന്തെങ്കിലും തോന്നിയിട്ട് ചുമ്മാ നെഗറ്റീവായിട്ട് അടിക്കുക. അങ്ങേര് സ്യൂഡോ, ഇങ്ങേര് സ്യൂഡോ സയൻസാ, ഇങ്ങേര് ആര് വിശ്വസിക്കും? ഇങ്ങനെ നമ്മളെപ്പോലെയുള്ളവരെ തടയാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ കിരാതയെക്കുറിച്ച് അതിൻ്റെ മെസ്സേജിനെ കുറിച്ച് നമ്മൾ ഒരുപാട് പറയുമ്പോൾ പറയാം അതൊരു പ്രൊമോഷൻ വേണ്ടി ചുമ്മാ തട്ടുവിടാം, തള്ളാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ ഇന്ന് വരുന്ന പുതിയൊരു ട്രെൻഡ് എന്ന് പറയാം, തള്ളാണ്. സത്യം പറയുന്നതിനെ ഉൾക്കൊള്ളുന്നവർ വളരെ കുറച്ച് പേരേ ഉള്ളൂ. അവരത് കിട്ടും, അവർക്കത് ബോധ്യപ്പെടും. മനസ്സിലായില്ലേ? തള്ളുകളിൽ പലതും നമ്മളെക്കുറിച്ച് ആരും പറയാനില്ലാത്തതുകൊണ്ട് നമുക്ക് പറയേണ്ടി വരുന്ന ഗതികേടാണ്. എന്തുകൊണ്ടാണ് ഇയാൾ നല്ലൊരു ആങ്കറാണ്, പക്ഷേ ഇയാൾ നല്ലൊരു ആങ്കറാണെന്ന് മറ്റുള്ളവർ ആരും പറയാത്ത സ്ഥിതിക്ക് ഇയാൾക്ക് എങ്ങനെ പബ്ലിക്കിൽ വളരാൻ പറ്റും? ഇയാൾ തന്നെ പറയേണ്ടി വരും, ഇയാൾ എവിഡൻസുകൾ കാണിക്കേണ്ടി വരും, ഇല്ലേ? അപ്പം ഞങ്ങളെപ്പോലെയുള്ളവരെ വളർത്താൻ ആരും ഇല്ലാതെ വന്നപ്പോഴാണ് ദൈവദൂതനെ പോലെ ഇങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഭാസ്കരൻ സാറ് ഈ പറയുന്ന കിരാതയുടെ സ്ക്രിപ്റ്റ് കണ്ടപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മുൻനിര ആർട്ടിസ്റ്റുമാരെല്ലാം ഫ്രണ്ട്സും റിലേറ്റീവ്സും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട്, അവർക്ക് ചെയ്യാം. അതൊന്നും ചെയ്യാതെ ഈ ഒരു സ്ക്രിപ്റ്റ് അത് പുതിയ തലമുറയിലെ കുറേ പേരെ വെച്ച് തന്നെ ചെയ്യിപ്പിക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെ സാമ്പത്തിക നഷ്ടം വന്നു പോകുമോ എന്ന പേടിയൊന്നും അദ്ദേഹത്തിനില്ല. ഒരു കോൺട്രിബ്യൂഷൻ സമൂഹത്തിലേക്കുള്ള ഒരു മിസ്കോൺസെപ്റ്റ്സ് എന്ന് പറയുന്ന അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കും എതിരെ ഉള്ള ഒരു മെസ്സേജോടെയാണ് ഈ പടം പോകുന്നതല്ല അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കുക. എന്ത് ചോദിച്ചാലും ഇന്ന് അമ്മയെ തല്ലിയാലും രണ്ടല്ലേ, സപ്പോർട്ടുള്ള കുറേ പെണ്ണം, നെഗറ്റീവായിട്ട് കുറേ പേര്, അല്ലേ? അപ്പോൾ ഇതങ്ങനെയല്ല. ഇത് ഈ മെസ്സേജ് കണ്ടെത്തി അദ്ദേഹം ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ വന്നപ്പോഴാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റിയത്. അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞങ്ങൾ ഈ കഷ്ടപ്പെടുന്നു. പ്രൊഡ്യൂസറിലോട്ട് വരികയാണെങ്കിൽ സാമ്പത്തിക ലാഭത്തിനപ്പുറം കിരാത എന്നൊരു കോൺസെപ്റ്റ് തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം എന്താണ്? കിരാത എന്നൊരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു എന്താ പറയണ്ടത്, ഒരു നല്ല മെസ്സേജ് അതിനകത്ത് കണ്ടു. ഇന്ന് കേരളത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള ഒരുപാട് മോശം പ്രവൃത്തികൾ ഒക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ട് അതിൽ പോയാൽ ഇത് നമുക്ക് പോയ ആളുകൾക്കും നല്ലതല്ല, ആ കുടുംബത്തിനും നല്ലതല്ല, ആ സമൂഹത്തിനും നല്ലതല്ല. അപ്പം അങ്ങനെ നല്ലൊരു കണ്ടന്റ് മെസ്സേജ് നമ്മൾ കൊടുക്കുകയാണ്. അല്ലാതെ നരബലിയെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക, നരബലി ആ കേസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതിന്റെ ഒരു കഥാതന്തു ഞങ്ങൾ എടുത്തുന്നുള്ളൂ, അതുപോലെ ചിത്രീകരിച്ചിട്ട് റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല. ഇപ്പം ഓൺഗോയിങ് കേസ് ആണല്ലോ. ഞങ്ങൾ സെൻസർ ബോർഡിന് കൊടുത്തല്ലോ, സെൻസർ ബോർഡ് കൊടുത്തു. അവർ പറഞ്ഞു ഇതിന് എൻഡിങ് ശരിയായിട്ടില്ല, നിങ്ങൾ ക്ലൈമാക്സ് മാറ്റി ഇത് ചെയ്യണം പറഞ്ഞു. അങ്ങനെ അവർ ഒരു ടൈം തന്നു, വിത്തിൻ 2 weeks ഇത് ചെയ്ത് തന്നിരുകയാണെങ്കിൽ നമ്മൾ അപ്രൂവ് ചെയ്ത് തരാം. അപ്പോഴും അവർ സർട്ടിഫിക്കറ്റാണ് തന്നത്. കാരണം ഇതിൽ ചില ഭാഗങ്ങളിലൊക്കെ ബ്ലഡിന്റെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പല സിനിമകളിലും ബ്ലഡുള്ള നരബലി എന്ന് പറയുമ്പോൾ ഒരുപാട് അങ്ങനെയുള്ള സ്വഭാവം. ചേട്ടൻ ഈ പറഞ്ഞുകൊണ്ട് ഞാൻ പറയണേ, ഇത് അഡൽസോളിയോ സെക്സോ ഗ്ലാമറോ റൊമാൻറ്റിക്കോ അന്നൊന്നും അല്ല. ഇതിപ്പോൾ ഏത് സിനിമ നോക്കിയാലും വെട്ടും കുത്തും കൊലപാതകങ്ങളും ഇല്ലേ? ചെറിയ കുട്ടികൾ കാണുമ്പോൾ ഈ ചെറിയ കുട്ടിയെ കാണിക്കാൻ ഇതിനകത്ത് പേടിപ്പിക്കുന്ന സാധനങ്ങളോ യക്ഷിയോ വിശാചോ ഒന്നുമില്ല. സാധനം വിശാചിനേക്കാളും പേടിക്കേണ്ടി വരും. മനുഷ്യൻ തലയൊക്കെ അങ്ങനെ തലയിറക്കുന്ന ഒരു സാധനം ഇതിനകത്തില്ല. അങ്ങനെ അത് പറഞ്ഞു അത് നമ്മൾ മൊത്തം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സിനിമ കാണാൻ ആളുണ്ടാവില്ലല്ലോ. ഇതിനകത്ത് ഒരു കാര്യം ഞാൻ പറയാം, ഇതിനകത്ത് നിങ്ങൾ തലയിറക്കുന്ന ഒരു സീൻ നിങ്ങൾക്ക് ഇയാൾക്ക് കാണിച്ചു തരാന്നുണ്ടെങ്കിൽ കയ്യാകല്ല നഖം കട്ട് ചെയ്യുന്നുണ്ട്, ചുമ്മാ എന്തെങ്കിലും വിളിച്ചു പറയില്ല. എവിടെയെങ്കിലും എന്തെങ്കിലും കണ്ടോണ്ട് കിരാത സിനിമയിൽ നഖം കട്ട് ചെയ്തു, നിരാമിനെ മുടി കട്ട് ചെയ്തു, അത് സിനിമ കാണൂ. നിങ്ങൾ സിനിമ കണ്ടിട്ട് വേണം ഇതിനെ വിലയിരുത്താൻ. ഒരാളിന്റെ ഇപ്പൊ ഗൂഢോത്രം ചെയ്യുന്ന ആളിന് കുറച്ച് മുടി കിട്ടിയാൽ മതി. കൂടോത്രം ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു നഖം കിട്ടിയ മോളുടെ രണ്ട് മുടി കിട്ടിയാൽ പോലും കൂടോത്രം ചെയ്യുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്. ഇതിനകത്തതില്ല. അതെ അല്ല ഞാൻ അവിടെ ഉണ്ട് എന്നുള്ള മോള് വിവരമുള്ള ആൾക്കാരുടെ അടുത്ത് അന്വേഷിച്ച് നോക്കൂ. അങ്ങനെയാണ് മോളെ തകർക്കാൻ വേണ്ടി മോളുടെ ശരീരഭാഗത്തിന്റെ ഏതെങ്കിലും സംഘം. അത് അന്ധവിശ്വാസമല്ല, അത് സയൻസും അതിൻ്റെതായ രീതിയിൽ ഒരു നെഗറ്റീവ് സയൻസ് ഉണ്ട്. അതിനകത്ത് പോയി അന്വേഷിക്കുക. താൽക്കാലികമായ എഫക്റ്റ് ഉണ്ടാവും, യാതൊരു സംശയമില്ല. താൽക്കാലികമായ. ഞാൻ ചോദിക്കട്ടെ, കൺസ്ട്രക്ഷൻ എന്നതിൻ്റെ ഓപ്പോസിറ്റ് വാക്ക് എന്താണ്? ഡിസ്ട്രക്ഷൻ. അപ്പോൾ അത് യൂണിവേഴ്സൽ ഫിനോമിനോൺ ആണ്.
കൺസ്ട്രക്റ്റീവ് ആയിട്ടുള്ള പോസിറ്റീവ് ആക്ടിവിറ്റീസ് ആണ് അല്ലേ, ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള സംഭവങ്ങൾ നെഗറ്റീവ് ആസ്പെക്ട്സ് ആണ്. അപ്പോൾ ഇതിനകത്ത് രണ്ടും പ്രതിപാദിച്ചു പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് ഭീതിപ്പെടുത്തുന്നതോ പേടിപ്പിക്കുന്നതോ കുട്ടികൾ കാണാൻ പാടില്ലാത്തതോ ഉണ്ടെങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് പോലും നമുക്ക് കിട്ടത്തില്ലായിരുന്നു. മനസ്സിലായി? ഞാൻ മുന്നേ ഒരു ഇന്റർവ്യൂല് ഒരു അനുമോൾ എന്ന് പറഞ്ഞൊരു മത്സരാർത്ഥി ഉണ്ടായിരുന്നു ബിഗ് ബോസില്. അപ്പൊ അതിൽ വന്നിരുന്ന ഗസ്റ്റ് പറഞ്ഞിരുന്നു ഒരു പാവയിൽ കൂടോത്രം ചെയ്തു പോയത് കൊണ്ടാണ് അനുമോൾ വിന്നർ ആകാൻ സാധ്യതയുണ്ടെന്ന്. അനുമോളാണ് വിന്നർ ആയതും. അപ്പൊ ആ ഒരു ഇന്റർവ്യൂ സാർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അത് പറഞ്ഞത് കൂടോത്രം ചെയ്തുകൊണ്ടാണ്. അനുമോൾ ഒരുപാട് കഴിവും അവിടെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ടാവും. പക്ഷെ ഒരു പാവയിൽ ഇങ്ങനെ കൂടോത്രമൊക്കെ ചെയ്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ ജയിക്കാൻ പറ്റുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് സാറിന്റെ മോളെ, അനുമോൾ അതിൽ കഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മുടെ വിഷയം. ഈ കിരാതയിൽ കൂടോത്രം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ വിഷയം. ഞാൻ പറഞ്ഞു വരട്ടെ. ഈ കിരാത സിനിമയ്ക്കകത്ത് അനുമോൾ അഭിനയിക്കുന്നില്ല. മനസ്സിലായി? അപ്പൊ അനുമോൾ എവിടെ അഭിനയിക്കാതിരിക്കുകയോ കൂടോത്രം നടത്തുകയോ നടത്താതിരിക്കുകയോ പാവയെ കൊണ്ട് പോവാതിരിക്കുക, അതൊന്നും നമ്മുടെ വിഷയമല്ല. ഈ പറയുന്ന പാവയോ കിരാതയോ തമ്മിൽ ഒരു ബന്ധവും ഇല്ല. മനസ്സിലായി? പക്ഷെ ഒരു കാര്യം നമ്മുടെ സമൂഹത്തിലുണ്ട്, ഈ പറയുന്ന കൂടോത്രങ്ങൾ ഉടായ്പ് ഒന്നും വേണ്ട. മോക്ക് അറിയാം, മോളുടെ റിലേറ്റീവ്സ്, എന്താ പേര്? നിമിഷയുടെ അമ്മയ്ക്കോ ചേച്ചിക്കോ അനിയത്തിക്കോ റിലേറ്റീവ്സിനോ അച്ഛനോ സഹോദരങ്ങൾക്കോ ഫ്രണ്ട്സിൻ്റെയോ കഴുത്തിലെങ്കിലും ഈ ഏലസ് എന്ന് പറഞ്ഞൊരു സാധനം പൂജിച്ച് കെട്ടിയിട്ടുണ്ടാകും. ചിലപ്പോൾ മോളുടെ അരയിലോ ഇനിയിപ്പം അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയരുത്, നമ്മൾ കാണാൻ പറ്റുന്ന ഭാഗത്തും കാണാൻ പറ്റാത്ത ഭാഗത്തും ഒരു 5-6 ഏലസൊക്കെ കെട്ടി നടക്കുന്ന ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാരുണ്ട് അല്ലേ? എന്നാ പിന്നെ അത് അന്ധവിശ്വാസമല്ലേ? എന്തിനാ ഏലസ് കെട്ടിയത്? ചുമ്മാ തമാശക്കാണ്. എന്നാ പിന്നെ എടുത്ത് നെറ്റി കെട്ടിയാൽ പോരായിരുന്നു, ആരെയും കാണിക്കരുതെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഭാഗത്തല്ലേ നമുക്കിത് പറയാൻ പറ്റത്തില്ല. അല്ല മോളെ, നമുക്ക് അതിനപ്പുറത്തേക്ക് പോയാൽ നീ ഇനി അടുത്ത പറയും രജിത്തേട്ടൻ കിരാത സിനിമയുടെ ഷൂട്ടിങ്ങിൽ പുള്ളിക്കാരത്തിയെ പീഡിപ്പിച്ചു, ആങ്കറെ പീഡിപ്പിച്ചു എന്നൊരു സാധനം വരും. അയ്യോ, ജയിലിൽ കിടന്നിട്ടുണ്ട്. ആ ചേട്ടാ, ഞാൻ ജയിലിൽ കിടന്നിട്ടുണ്ട് 2-3. ഞാൻ റീസെന്റ് പറഞ്ഞൊരു ബിഗ് ബോസിന്റെ ജയിലിലായിരുന്നു ഞാൻ കിടന്നിട്ടുണ്ട്. ബിഗ് ബോസിന്റെ ജയിലിൽ ഞാൻ കിടന്നിരുന്നതാണ്. മനസ്സിലായില്ലേ? ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കും പറയും ചെയ്യില്ല. ഇതിനിടയിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു, എന്തായിരുന്നു ഡിസ്ഫങ്ഷൻ, ആ കോൺസെപ്റ്റ് എന്തായിരുന്നു? ഷണ്ടത്വം സ്വീകരിച്ചു എന്നുള്ള. ഷണ്ടത്വം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ പള്ളിയിലച്ചൻ പട്ടം സ്വീകരിച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഈ ഷണ്ടത്വം സ്വീകരിച്ചു എന്ന് പറഞ്ഞാൽ. അല്ല, എനിക്ക് അറിഞ്ഞതുകൊണ്ട് കിരാതയുടെ ഇന്റർവ്യൂവിൽ ആങ്കർ ചോദിക്കുകയാണ്, പള്ളിയിലച്ചൻ പട്ടം സ്വീകരിച്ചതുപോലെ രജിത് സാറ് ഷണ്ടത്വം സ്വീകരിച്ചു, അങ്ങനെയാണ് സംഭവിക്കുക. ഇത് സ്വീകരിക്കുന്ന സാധനമല്ല. അവിടെയാണ്. അപ്പൊ അത് സ്വീകരിക്കുന്ന സാധനമല്ല. അതെന്ന് പറയുന്നത് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ആധ്യാത്മികത. അത് മനസ്സിലായോ? ആ സ്പിരിച്വാലിറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ലൗകിക ലൈഫ് എന്ന് പറയുന്ന സാധനത്തിൽ നമുക്ക് കുറച്ചുകൂടെ നിയന്ത്രണം ഉണ്ടാക്കാൻ പറ്റും. അവനവനെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് കിരാതയിൽ ഒരുപാട് സംഭവങ്ങൾ നടന്നത്. ഈ കിരാത സിനിമയിലെ യൂത്തിൽ കുറേ പേർക്ക് പല സ്ഥലങ്ങളിലായി പല പ്രശ്നങ്ങളിൽ ചെന്ന് വിട്ടത് അവരെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പം അത് ഞാനായാലും മോളായാലും മറ്റാരും തന്നെയായാലും അവരവരെ സ്വയം നിയന്ത്രിക്കാനുള്ള ഒരു എബിലിറ്റി ഉണ്ടാവണം. എൻ്റെ നല്ല മനസ്സിന് ഒരു പ്രശസ്തമായ യൂട്യൂബ് ചാനലിന് ഇങ്ങനെ ചർച്ചകളും ബിഗ് ബോസും ഒക്കെ പറഞ്ഞു വരുമ്പോൾ ചേട്ടൻ്റെ സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഒരുപാട് പേരില്ലേ, കമ്പനിയില്ലേ, കണക്ഷൻ ഇല്ലേ, അതില്ലേ, ആനയില്ലേ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് കമ്പനികളുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. എൻ്റെ വാട്സാപ്പിനകത്ത് 10,000-കണക്കിന് സ്ത്രീകളും പുരുഷന്മാരും എല്ലാം ഉണ്ട്. നിങ്ങൾ തന്നെ എന്നെ സ്ത്രീ വിരുദ്ധൻ നേരത്തെ പറഞ്ഞെങ്കിൽ ഇന്ന് സ്ത്രീകളാണ് എൻ്റെ ഏറ്റവും കൂടുതൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ. അല്ല, നേരത്തെ പറഞ്ഞു, ചിലർ പറഞ്ഞു ചേട്ടനെ സ്ത്രീ വിരുദ്ധൻ ടാഗ് ഉണ്ടാക്കിയില്ലെന്ന്. പക്ഷേ മോളൊരു കാര്യം ചെയ്യ്, എൻ്റെ കൂടെ ഇറങ്ങി ഈ എറണാകുളം ടൗണിൽ കൂടെ നടക്ക്. 100 മനുഷ്യർ എന്നെ കണ്ട് കൈയെടുത്ത് കാണിച്ചാൽ അതിൽ ഏകദേശം 80 പേരും സ്ത്രീകളായിരിക്കും. അപ്പം ഞാൻ എങ്ങനെ സ്ത്രീ വിരുദ്ധനാവും? ഞാൻ അല്ല, സ്ത്രീവിരുദ്ധ പരാമർശം പറഞ്ഞില്ല. പക്ഷെ അവിടെയല്ല. ഇനി പറയട്ടെ, ഈ 80-90% സ്ത്രീകളും എന്നെ ഇഷ്ടപ്പെടുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്നോടൊപ്പം ഏത് പാതിരാത്രിക്ക് ലോകത്ത് എവിടെ സഞ്ചരിച്ചാലും അവർക്കൊരു ഡാമേജ് ഉണ്ടാവില്ല, അവർ പീഡിപ്പിക്കപ്പെടത്തില്ല, അവർക്കൊരു ദോഷം ഉണ്ടാകില്ല എന്നുള്ളത് കൃത്യമായിട്ട് അറിയാമെന്നുള്ളതുകൊണ്ട്. അതെന്തുകൊണ്ട്? സേഫ്റ്റിയാണ്. കെയർ ആയിട്ട് കൊണ്ടുപോകും. സംശയം ഉണ്ടെങ്കിൽ എൻ്റെ കൂടെ വന്നു നോക്ക്. ഞാൻ ഒരു പേടിയില്ല, ധൈര്യമായിട്ട് വന്നു നോക്ക്. നമുക്ക് ഒരുമിച്ച് കിരാത സിനിമ കാണാൻ പോകാം. ഞാൻ വിളിക്കുകയാണ്. കിരാത സിനിമ റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് മാള് പറയുന്ന തിയേറ്ററിൽ നമുക്ക് 2 പേർക്ക് പോകാം. നീ സേഫ് ആയിരിക്കും. പോണ വഴിക്ക് നിന്നെ ആരെങ്കിലും നോക്കുകയോ ചെറിയോ വളയ്ക്കാനോ എന്തെങ്കിലും നോക്കിയാൽ ഞാൻ ഇടപെടും. അതാണ് എൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. മനസ്സിലായോ? കാരണം എന്ന് വെച്ചാൽ അത് എൻ്റെ കൺസേൺ ആണ്, എൻ്റെ കെയറാണ്. ഞാൻ എപ്പോഴും ആ ഒരു മുൻധാരണ കുട്ടികളെ ഒരു ശ്രദ്ധയോടുകൂടി കൊണ്ടുപോകത്തേ ഉള്ളൂ. അല്ലാതെ ആർക്കും ദോഷം ഉണ്ടാകുന്ന ഒരു കാര്യം അങ്ങനെ വന്നപ്പോൾ ഞാൻ എൻ്റെ അമിതമായ ലൈംഗിക ആസക്തി എന്നൊക്കെ നമ്മൾ പറയില്ലേ, സെക്ഷൽ ഡിസയർ. ഇപ്പോൾ നിങ്ങളുടെ സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം തുറന്ന് കൊച്ചുകുട്ടിക്ക് പോലും നീന്തണം. അതുകൊണ്ടാണ് ഈ കിരാത സിനിമ നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നത്, കൺട്രോളിന് വേണ്ടി. കൊച്ചുകുട്ടി ടെക്നിക്ക് ഉള്ളതുകൊണ്ട് 10 സെക്കൻഡ് വരെ എണ്ണം നോക്കിക്കൊണ്ടിരുന്നാൽ പിന്നെ അതേ ടൈപ്പാണ് കയറി വരിക.
തന്നല്ലോ. അപ്പോൾ ഒരു വേണ്ടാത്ത സാധനം, ഇപ്പോൾ കുറേ ചാനലുകളുണ്ട്, വേണ്ടാത്ത അല്ലെങ്കിൽ പ്രദർശന സാധനങ്ങൾ. നിങ്ങൾക്ക് തന്നെ അറിയാം, ആണുങ്ങളാണോ ഈ ഇൻസ്റ്റാഗ്രാമിനകത്ത് വന്ന് തുണി മാറ്റി പ്രദർശിപ്പിക്കുന്നത്, അതോ കുറേ സ്ത്രീകളാണോ അതിനകത്ത് വന്ന് തുണി മാറ്റി പ്രദർശിക്കുന്നത്? മോള് പറഞ്ഞേ, മോള് പറ. കണ്ടിട്ടില്ല, മോള് ഇൻസ്റ്റാഗ്രാമേ കേട്ടിട്ടില്ല. അതാണ് കാണണം. അങ്ങനെ ഒരു സാധനമുണ്ട്, അങ്ങനെ ഒരു സാധനമുണ്ട്. അയ്യോ ഭയങ്കര ഭാവന, കൃത്യമായിട്ട് അങ്ങനെ ഒരു സാധനമുണ്ട് നമ്മുടെ മൊബൈൽ ഫോണിനകത്ത്. ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന സാധനമുണ്ട്. അതിനകത്ത് റീൽസിൽ ഈ വാത കയറി കണക്ക് തുള്ളാനും ചാടാനും അവിടെ വരും. ഈ തുള്ളലും ചാട്ടലും അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോൾ പാവം കുട്ടികൾ എന്ന് പറയുന്നത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളാണ്. അവർക്ക് ചിലപ്പോൾ അവരുടെ ശരീരത്തിനെയോ ഇന്ദ്രിയങ്ങളോ നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് ഉണ്ടാവണം എന്നില്ല. ആ പാവം കുട്ടി 8ലും 10ലും പഠിക്കുന്ന കുട്ടി, അല്ലെങ്കിൽ കൗമാരപ്രായത്തിലെ കുട്ടി ഇങ്ങനെയുള്ള പ്രദർശനം കാണിച്ചിട്ട് അടുത്ത് നിങ്ങളെപ്പോലെയുള്ളവർ എതിർക്കാതെ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നു എന്നേ ഞാൻ പറയത്തുള്ളൂ. എന്താ ചില ഇൻസ്റ്റാഗ്രാം റീൽസിൽ കുറച്ച് പേര് വന്നിരുന്ന് പറയുന്നത്, ഇന്ന് രാത്രി 10:30 ഞാൻ ലൈവ് വരുവേ എൻ്റെ സെക്കൻഡ് അക്കൗണ്ടിൽ, ഇന്ന് രാത്രി 10-11 മണിക്ക് ഞാൻ ഫസ്റ്റ് അക്കൗണ്ടിൽ വരും, വരണേ. ആരാ വരണമെന്നോ? ആണുങ്ങളാണോ വന്നിരുന്ന് വിളിക്കുന്നത്? ആണുങ്ങൾ വിളിക്കും, ആണുങ്ങളൊന്നും വിളിക്കും. ആണുങ്ങൾ ഇങ്ങനെ മോളെ ഒരു കാര്യം ചെയ്യാം, ഞാൻ പോകുമ്പോൾ ഒരു ഫോട്ടോ വന്നേക്കണേ, എനിക്കൊന്ന് പൂജാമുറിയിൽ വെച്ചിട്ട് ആരാധിക്കാൻ വേണ്ടി. ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ല. എന്താ ഇത്? അപ്പം നമ്മൾ വെറുതെ കലവും കമിഴ്ത്തി കലത്തിൻ്റെ പുറത്ത് വെള്ളം ഒഴിക്കരുത്. ഇവിടെ സംഭവിച്ച എത്രയേ ഉള്ളൂ, കുട്ടികൾക്ക് നിയന്ത്രണത്തോടെ നമ്മൾ വളർത്താൻ നോക്കുമ്പോൾ പോലും നമ്മുടെ സമൂഹത്തിൽ അരാജകത്വം, പ്രത്യേകിച്ച് ലൈംഗിക അരാജകത്വം, കെമിക്കൽ സ്വന്തമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, സ്വന്തമായി കൺട്രോൾ. ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കൊച്ചിറങ്ങി വരുമ്പോൾ സ്വന്തമായി കൺട്രോൾ ചെയ്തുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. പിന്നെ അതിന് കൺട്രോളിങ് കൊടുക്കണം. അതിന് കൺട്രോളിങ്ങിന് കോച്ചിങ് കൊടുക്കണ്ടേ? ഞാൻ പറഞ്ഞു, ഒരാളുടെ ലൈംഗികാസക്തി ഒരാൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ. കൺട്രോൾ കുട്ടികൾക്കുള്ള കൺട്രോൾ ഇല്ല. കുട്ടികൾക്ക് നമ്മളതിന് എന്താണ് പരിശീലനങ്ങൾ കൊടുക്കാം. എങ്ങനെ കുട്ടിക്ക്, ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ കുട്ടിക്ക് പരിശീലനം കൊടുക്കും? അതാണ് ഇതുപോലെയുള്ള സിനിമകൾ കാണിച്ചാണ് നമുക്ക് പരിശീലനം കൊടുക്കാൻ പറ്റുന്നത്. മുതിർന്നവർ ഉപദേശങ്ങൾ കൊടുത്താണ് പരിശീലനം കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സിനിമ വരുമ്പോൾ കുട്ടി പേടിക്കില്ലേ, കുട്ടി വൈറലാവൂലേ എന്ന് ചോദിച്ചാൽ അതെങ്ങനെയാണ് ശരിയാവുന്നത്? അപ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല നല്ല മെസ്സേജുള്ള സിനിമകൾ, എല്ലാ സിനിമകളിലും ഓരോരോ നല്ല നല്ല സന്ദേശങ്ങൾ വരും. പക്ഷേ മുമ്പും ചില ആർട്ടിസ്റ്റുകൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും കുട്ടി വേണ്ടാത്തതാണ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്നത്, അല്ലേ? നമുക്കൊരു സാമൂഹ്യ പ്രതിബദ്ധത. ഇപ്പോൾ ഈ പ്രൊഡ്യൂസർ കിരാത സിനിമയുടെ സ്ക്രിപ്റ്റ് കണ്ടിട്ട് ഇതൊരു ഞാൻ നേരത്തെ പറഞ്ഞു, സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുകൊണ്ടാണ് അത് സെലക്ട് ചെയ്തതും. അദ്ദേഹത്തിന് മക്കളുണ്ട്. ആ മക്കളെ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ നല്ല ആശയങ്ങളോടെയും നല്ല ചിന്തകളോടെയും വളർത്തിയുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ ഇൻ്റർനാഷണലി പല പല രാജ്യങ്ങളിലും പല പല വർക്കുകളും ചെയ്യുന്നു. അപ്പോൾ എന്നാൽ പിന്നെ അവർക്ക് തന്നെ തിന്നു കുടിച്ച് സുഖിച്ചങ്ങ് വീട്ടിൽ ഇരുന്നാൽ പോരെ? ഇദ്ദേഹം കോടിക്കണക്കിന് രൂപ ഇറക്കി ഇങ്ങനെ ഒരു പടം ഇറക്കണോ? അപ്പോൾ അത് ഇറക്കുന്നത് എന്തിനു വേണ്ടിയാണ്? സമൂഹത്തിൽ നിന്ന് കുറേ മെസ്സേജുകൾ കൊടുക്കുക എന്നുള്ളത്, സാമ്പത്തികം ഉണ്ടാക്കുക എന്നുള്ളത് ഇതിനൊരു പാർട്ടാണ്. പക്ഷേ ഇത് സാമ്പത്തികം നോക്കിയിട്ട് ചെയ്യുന്നൊരു സംഗതി അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ നോക്കൂ. നമ്മളിത് അങ്ങോട്ട് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് പോയില്ലേ ഇങ്ങോട്ട് പോയില്ലേ, പേടി അത് ചെയ്ത ഇത് പേടി, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് നല്ല മെസ്സേജുകളുണ്ട്, അതിന് നമ്മൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ധാർമ്മികത. കാരണം ഞാൻ എന്ത് പറഞ്ഞാലും ചിലർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഏതെങ്കിലും യൂട്യൂബിലോ ഇൻ്റർവ്യൂവിലോ ചേട്ടൻ ഇരിക്കുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിട്ടേ പോകത്തുള്ളൂ. കാരണം അതിനകത്ത് ചേട്ടൻ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയും, അത് എന്താണെന്ന് നോക്കാം, അതെടുക്കാം. ഞാൻ ഒരിക്കലും ഒരു ആൾ നശിക്കാനോ ഒരു കുട്ടി വഴിതെറ്റാനോ ഒരു മോശപ്പെട്ട പരിപാടിയും ഞാൻ ചെയ്യാറില്ല, പറയാറില്ല. ബിഗ് ബോസ് കണ്ടല്ലേ കണക്ട് ചെയ്ത്, ഞാൻ ഒരുപാട് അതെ എൻ്റെ ഫാൻ അല്ലെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ആ സ്വാതന്ത്ര്യം എത്രയും സംസാരിച്ച് ആ സീസൺ 2 ഞാൻ വിജയിക്കാൻ വേണ്ടി എൻ്റെ കൂടെയുള്ള ആരെങ്കിലും മോശക്കാരാക്കുകയോ വൃത്തികേട് പറയുകയോ പച്ചത്തെറി വിളിക്കുകയോ ഞാൻ പറഞ്ഞ ഏതെങ്കിലും മ്യൂട്ടായിട്ട് കാണിക്കുകയോ എന്തെങ്കിലും നെഗറ്റീവ് കാണിച്ചിട്ടുണ്ടോ? ഇല്ല. പോസിറ്റീവായി ജെന്യുവിനായി കളിച്ചു. അത് ഗംഭീര വിജയമായി ആയിരക്കണക്കിന് കോടി രൂപയിൽ അത് മാർക്കറ്റിംഗിൽ ഉണ്ടാക്കി. കോവിഡ് ടൈമിലായിരുന്നു അത്രയും. അതെ, അപ്പം എയർപോർട്ടിൽ എന്നെ സ്വീകരിക്കാൻ ആ കോവിഡ് ടൈമിൽ പോലും ആയിരക്കണക്കിന് ആൾക്കാർ വന്നു. അപ്പം നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് എനർജികൾ എന്ത് ചെയ്തു, ഇതിനെ നെഗറ്റീവൈസ് ചെയ്ത് നമ്മളെ അടിച്ചൊതുക്കുന്ന രീതി മോശം ഉണ്ട്. എക്സാക്ട്ലി, ഐ ലവ് യു ഡി. അതാണ് വേണ്ടത്. പോസിറ്റീവ് ഉള്ളിടത്ത് നെഗറ്റീവ് ഉണ്ടാവും. ഇപ്പൊ എല്ലാം നെഗറ്റീവ് ആണെന്ന് വെച്ചോ, പോസിറ്റീവിനൊരു ഇതുമില്ല. പ്രൊഡക്ഷൻ കൺട്രോളർ സജിത്ത് ഏട്ടനോട്ട് വരികയാണെങ്കിൽ, ഈ മൂവി തുടങ്ങിയപ്പോൾ എന്തെങ്കിലും, നമ്മൾ കാന്താര ഫിലിമൊക്കെ തുടങ്ങിയ സമയത്ത് പറയുമല്ലോ ഒരുപാട് തടസ്സങ്ങൾ വന്നിട്ടുണ്ട്, അതുപോലെ കിരാത തുടങ്ങിയ ടൈമിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വന്നിട്ടുണ്ടോ? തടസ്സങ്ങളൊന്നും വന്നിട്ടായിരുന്നില്ല. പക്ഷേ ഇതുപോലെ പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് നിന്ന്, ഈ പ്രൊഡ്യൂസറല്ലേ, അത് വേറെ പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു, അവിടെ നിന്നൊരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അയാളുടെ ഭാഗത്തു നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാണ്ട് വേറെ തടസ്സങ്ങളൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. വേറെ പ്രത്യേകിച്ച് അങ്ങനെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. സാറല്ലേ സജിത്തില്ലേ, സജിത്ത് സാർ എന്താ ദൈവവിശ്വാസിയാണോ? അന്ധവിശ്വാസിയല്ല. ഒരു പാവ മനുഷ്യനാണ്. ആ മനുഷ്യനെ പൂട്ടി ഒരു പരുവാക്കാന്ന് വിചാരിക്കരുത്. എന്ത് വേണമെങ്കിലും ഇങ്ങോട്ട് ചോദിച്ചോളൂ, ഞാൻ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചിരിക്കുകയാണ്. ഡു ഓർ ഡൈ എന്ന് പറയുന്ന രീതി. പ്രൊഡ്യൂസറിന്റെ ബ്രദർ കൂടെയാണല്ലേ?
മോഹൻ സർ, എന്താണ് കിരാതയെ പറ്റി പറയാനുള്ളത്? കിരാത എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഈ 2025 കഴിഞ്ഞ് 26 ചെന്നുകൊണ്ടിരിക്കുക. ഈ സമയത്തും നമ്മളൊരു 50 വർഷം പുറകിലാണ് അവിശ്വാസികളുടെ അതായത് വിശ്വാസത്തിന് എഗെയിൻസ്റ്റുള്ള ആളുകളാണ് അധികം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ കാര്യത്തിലും നമ്മൾ നോക്കി അറിയാം, നമ്മളൊരു 25 വർഷം മുമ്പുള്ള വിശ്വാസമല്ല ഇപ്പോൾ. കാരണം എൻ്റെ സ്വന്തം നേട്ടത്തിന് പണത്തിന് വേണ്ടിയിട്ട് എന്ത് വൃത്തികേടും എന്തും ചെയ്യാം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ അധപ്പതിച്ചുകൊണ്ടിരിക്കുക. ഇതൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം. അതായത് കലയല്ല അവിടെ പ്രാധാന്യം, കലയേക്കാട്ടിലും കൂടുതലും ഈ കലയിൽ ഇതുകൊണ്ട് ജീവിക്കണം, ഇതുകൊണ്ട് പോപ്പുലർ ആവണം എന്നുള്ള ആളുകളെയും കൂടിയും ഈ മയക്കുമരുന്നിനും ഇതിനും അടിമകളാക്കിയിട്ട് അവർക്ക് കുറേ പണം ഉണ്ടാക്കണം. ആ ഒരു ഫീൽഡായി മാറി മൊത്തം ജനങ്ങളുടെ ഒരു നമ്മളെ യുവതലമുറ എടുത്താലും പിന്നെ ഒരു മിഡിൽ ഏജ് ഉള്ള ആളുകൾ എടുത്താലും എല്ലാവരും അങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. അത് തന്നെയാണ് ഇപ്പം ഇതിലൊരു തീമും. പക്ഷേ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്ത് തന്നെ ഞാൻ പറയാം, ഇതൊരു ആരും പറയാത്തത് ഈ നരബലിയുടെ വാക്കുകൊണ്ട് പറയുന്നത് കൊണ്ട് മാത്രം അതിൻ്റെ മറ്റൊരു എസൻസ് എടുത്ത് ഞാൻ നിങ്ങളടുത്ത് കാണിക്കുകയാണ്. ഈ സിനിമയ്ക്കകത്ത് മാത്രമുള്ളതാണ്. നമ്മൾ ബയോളജി പഠിക്കുമ്പം അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്, മുമ്പൊക്കെ സർപ്പഗന്ധി അല്ലെങ്കിൽ പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ വീട്ടിൻ്റെ മുറ്റത്ത് വയ്ക്കുന്ന ഒരില, സർപ്പഗന്ധി എന്ന് പറയുന്ന ഇല, ചേട്ടൻ കേട്ടിട്ടുണ്ടല്ലോ, ഒന്ന് പിഴിഞ്ഞ് ആ കടിച്ചെടുത്തും പൊഴിച്ച് അതൊന്ന് മൂക്കിലോ വായിലോ ഒക്കെ പിഴിഞ്ഞു കൊടുത്ത് അതും കൊടുത്തു കഴിഞ്ഞാൽ പാമ്പ് വിഷം ന്യൂട്രലൈസ് ചെയ്തു പോകും. ഇന്ന് കേട്ടിട്ടുണ്ടോ സർപ്പഗന്ധി? ആരോഗ്യപ്പച്ച എന്ന് കേട്ടിട്ടുണ്ടോ? പാലോ ട്രോപ്പിക്കൽ ബൊട്ടാണിക്കൽ പ്രത്യേകം അത് വളർത്തുന്നുണ്ട് ആരോഗ്യപ്പച്ച. അത് ഡെയിലി ഓരോ ഇല കഴിക്കുകയാണെങ്കിൽ ഒരുവിധമുള്ള അസുഖം ഒന്നും വരത്തില്ല. മെഡിസിനൽ പ്ലാന്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ കമ്മ്യൂണിസ്റ്റ് കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഞാൻ കോൺഗ്രസും കേട്ടിട്ടുണ്ട്. കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ഒക്കെ ഞാനും കേട്ടിട്ടുണ്ട്. മുസ്ലിം ലീഗ് പച്ച. അതെ, മുസ്ലിം ലീഗ് പച്ച. ഞങ്ങളുടെ അവിടെ അതിനെ അങ്ങനെ വിളിക്കുക. വാഴയില അതല്ല, അതൊന്നും അല്ല, ശരിക്കും ഒരു അല്ല, ശരിക്കും നമ്മുടെ നാട് ഇന്ത്യ, അതല്ലെങ്കിൽ നമ്മുടെ കേരളം, നമ്മുടെ കാടുകളിൽ ഈ സിനിമ കാട്ടിനകത്താണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു പാർട്ട് ആ കാട്ടിനകത്ത് അമൂല്യങ്ങളായ ഔഷധ സസ്യങ്ങളുണ്ട്. ആ ഔഷധ സസ്യങ്ങളിൽ നമ്മൾ കേട്ടിട്ടുള്ള പോലെ തന്നെ ഒരു ആരോഗ്യപ്പച്ചകളെ പോലെ കുറേ മരുന്ന് ചെടികളുണ്ട്. അത് ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്തുള്ള തുളസി കേട്ടിട്ടുണ്ടോ? അതിൻ്റെ ഇല നമ്മൾ കാപ്പിയിട്ട് കുടിക്കുമ്പോൾ നമ്മുടെ ജലദോഷവും മൂക്കടപ്പും പോകും അല്ലേ? അങ്ങനെ ഒരുപാട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് മെഡിസിനൽ പ്ലാന്റ്സ് എല്ലാം നമ്മളാകുന്ന സ്വാർത്ഥർ എന്ത് ചെയ്തു? വെട്ടി നശിപ്പിച്ച് കംപ്ലീറ്റ് നമ്മൾ ഡെസേർട്ട് പോലെ ആക്കി ചൂടും കൂടി ഇപ്പം നമ്മളൊരു നല്ല എന്തിന് കമ്മ്യൂണിസ്റ്റ് പച്ച പോലും പറിക്കണമെങ്കിൽ ഇപ്പോൾ ഒരുപാട് ദൂരം പോവേണ്ട അവസ്ഥ വന്നു തന്നല്ലോ. ഈ സിനിമയ്ക്കകത്ത് നേരത്തെ പറഞ്ഞ പോസിറ്റിവിറ്റിയുടെ ഭാഗമായ ടീമുകൾ അത്ഭുതകരമായ ഒരു സസ്യത്തെ കണ്ടുപിടിക്കുക, അത്ഭുതകരമായ ഒരു സംഗതി കണ്ടുപിടിക്കുകയാണ്. ആ സംഗതിയുടെ ചില ഭാഗങ്ങൾ യൂസ് ചെയ്താൽ എന്തൊക്കെയാണ് ഗുണങ്ങളെന്ന് ഈ സിനിമയിലൂടെ നമ്മൾ മെസ്സേജ് കൊടുക്കുകയാണ്. നായകന്മാരെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ജെൻസി കിഡ്സ് ഒക്കെ അഭിനയിച്ചിട്ടുണ്ടാവല്ലോ അല്ലെ, മോഡൽസ് ഒക്കെ. അപ്പൊ അവർക്ക് ഈ കോൺസെപ്റ്റ് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റും? നടിമാരും എല്ലാവരും പുതിയ ആൾക്കാരല്ലേ, പുതിയ പിള്ളേരല്ലേ, അവർക്ക് ഈ കോൺസെപ്റ്റ് ഉൾക്കൊള്ളാൻ ശരിക്കും പാഷൻ കൊണ്ട് അവർ വരുന്നതല്ല, അവർ കാശിന് വേണ്ടിയല്ല അഭിനയിക്കാൻ പോകുന്നത് ശരിക്കും ഇതിനകത്ത്. ഇനി ചിലപ്പോൾ അവർ കാശ് വാങ്ങിക്കുമായിരിക്കും, അത് വേറെ കാര്യം. പക്ഷേ ഈ ആസ് ഇറ്റ് ഈസ് അവർ കാശിന് വേണ്ടിയില്ല, അവരുടെ പാഷൻ കൊണ്ട് അവർ അഭിനയിക്കാൻ പറ്റും. ഇപ്പം ഞാൻ കുറേ സിനിമകൾ ചെയ്തു വരുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് പേര് എനിക്ക് ചാൻസ് തന്ന് അടുത്ത പടങ്ങൾ തുടങ്ങുന്നുണ്ട്. ഇതെല്ലാം വരുമ്പം സ്ക്രിപ്റ്റ് മൊത്തത്തെ എനിക്ക് കാണണം, സ്ക്രിപ്റ്റ് മൊത്തം ഞാൻ വായിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ഡേറ്റ് തരൂ, എനിക്ക് സ്ക്രിപ്റ്റ് അറിഞ്ഞില്ലെങ്കിൽ ഞാൻ തരില്ല എന്ന് ഞാൻ പറയാറില്ല. എൻ്റെ റോൾ എന്താണോ ആ റോള് കൃത്യമായിട്ട് ചെയ്യുക, ഭംഗിയായിട്ട് ചെയ്യുക, അത് അവിടെയുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുക, പോവുക എന്നുള്ളതാണ്. നേരത്തെ ചോദിച്ചത് ആ കുട്ടികൾക്ക് ഇതിൻ്റെ എല്ലാ കോൺസെപ്റ്റും ഇഷ്ടപ്പെട്ടോ, അവർ അംഗീകരിച്ചോ എന്നല്ലേ. ദെൻ നമ്മളെ സംബന്ധിച്ച് നമുക്ക് തരുന്ന റോള് ഭംഗിയാക്കുക എന്നുള്ള, അതിൻ്റെ പിന്നിലോ മുന്നിലോ വേറെ വല്ല സാധനം ആഡ് ഓൺ വരുമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ വിഷയമല്ല. തീർച്ചയായും കിരാത വലിയൊരു സക്സസ് ആവട്ടെ. നല്ലൊരു കോൺസെപ്റ്റ് ആണ് പറയുന്നത്. ഒരുപാട് ഒരു കാര്യം പ്രത്യേകിച്ച് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല, ഇത് എ സർട്ടിഫിക്കറ്റ് സിനിമയാണ് വെച്ചാലും ഇത് അഡൽട്ട് സോണറി അല്ല യഥാർത്ഥത്തിൽ. കാരണം ഇതിൽ പണ്ടത്തെ കൺസെപ്റ്റ് പറഞ്ഞാൽ ഈ എ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ അഡൽട്സ് കാണുന്നതിൽ കുറച്ച് ലൈംഗികത ഉണ്ടാവും എന്നുള്ളതാണ്. ഇതിലതില്ല. ഇത് യഥാർത്ഥത്തിൽ അല്ല. ഈ ചേട്ടൻ ഇത് പറഞ്ഞ് ചേർത്ത് ഞാൻ പറയട്ടെ, യു സർട്ടിഫിക്കറ്റ് ഉള്ളതിൽ ലൈംഗിക ഉദ്ദീപനമായ സീനുകൾ വരാറില്ലേ? കേൾക്കണോ സിനിമകളുടെ പേര്? വേണ്ടല്ലോ, പറയണ്ട. അപ്പം റൊമാൻറ്റിക് സീൻസുകൾ അഭിനയിച്ച് യു സർട്ടിഫിക്കറ്റ് കിട്ടിയ പല സിനിമകളുണ്ടാവും. ആ റൊമാൻറ്റിക് സീൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അത് എ സർട്ടിഫിക്കറ്റ് ആവുമോ? ഇല്ല. എന്നാൽ അത് യു ആയതുകൊണ്ട് കുട്ടികളത് കണ്ടപ്പം കുട്ടി മൊത്തം ഇനി റൊമാൻറ്റിക് ആയി പോകുമല്ലോ എന്ന് വിചാരിച്ച് കുട്ടി കാണാതിരുന്ന, കുട്ടിയെ കൊണ്ടുപോകാതിരുന്ന ഇല്ലല്ലോ. കുട്ടിക്ക് വേണ്ടത് മെസ്സേജുകൾ കുട്ടിക്ക് നല്ല രീതിയിൽ കൊടുക്കുക. കുട്ടികളുടെ പുറകെ പാരൻസും അധ്യാപകരും ജീവിതകാലം മൊത്തം നടക്കാൻ പറ്റത്തില്ല. യു എയോ ഒന്നും ഒരു ഇന്ത്യയിലാണ്, വിദേശത്തൊക്കെ 10 വയസ്സ് വരെ കുട്ടികളെ സിനിമ കാണിക്കരുതെന്നാണ്. അപ്പോൾ ആ രീതിയിൽ ഇത് പോകുമ്പോഴത്തേക്ക് എന്തേ
UK-ലെ 10 വയസ്സ് വരെ പിള്ളേരെ ഫിലിം കാണിക്കാൻ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അത് ശരി. ഇവിടെ 9 വയസ്സുള്ള പിള്ളേ പ്രസവിക്കുന്നു, 10 വയസ്സുള്ള പ്രസവിക്കുന്നു. ഇവരൊന്നും സിനിമ കാണാതെ ഇതൊന്നും അറിയാതെയും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാതെയാണോ ഈ പലപ്പോഴും പല സ്ഥലങ്ങളിൽ ഇതൊക്കെ സംഭവിക്കുന്നത്? പിന്നെ ഒരു നിയന്ത്രണവും ഇല്ലാത്ത പിന്നെ സോഷ്യൽ മീഡിയ 3 വയസ്സ് 2 വയസ്സ് തൊട്ടുള്ള കുട്ടിക്ക് രക്ഷിതാക്കളെ വെച്ച് കൊടുക്കുകയാണ് മൊബൈല്. എന്തൊക്കെ കാണുന്നു? ആ വേണ്ടാത്ത കുട്ടിയിലേ കയറുകയാണ്, കുഞ്ഞു കയറുക. ഈ കാഴ്ചയാണ് നമുക്ക് കാഴ്ചകളും ചിന്തകളുമാണ് നമ്മുടെ സെൻസറി ഗ്ലാൻഡുകളെ, നമ്മുടെ ഹോർമോണുകളെ ഉദ്ദീപിപ്പിക്കുന്നത്. അതറിയാലോ. മോളിപ്പോൾ കണ്ണടച്ച് വെച്ച് റീൽസിലെ വേണ്ടാത്തതാണ് കാണുന്നതെങ്കിൽ ഒരു ഫീലിങ്സും ഉണ്ടാവില്ല. എന്നാൽ കണ്ണ് തുറന്ന് ആഗ്രഹത്തോടെ ചിന്തയോടുകൂടി അതിനകത്ത് സൽമാൻ ഖാൻ തലകുത്തി മറിയുന്നു, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആർട്ടിസ്റ്റുകൾ ഏറ്റവും നന്നായിട്ട് ഇങ്ങനെ ചെയ്യുന്ന കാണുമ്പോൾ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ മോക്കൂടെ തോന്നും സൽമാൻ ഖാൻ എന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത്. നിനക്ക് തോന്നില്ല എന്നുള്ള സത്യം എനിക്കറിയില്ലല്ലോ. അകത്തല്ലേ സംഭവിക്കുന്നത്, സൽമാൻ ഖാൻ ഇഷ്ടം മോളുടെ ഉള്ളിലല്ലേ സംഭവിക്കുന്നത്, പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ലല്ലോ അല്ലേ? അപ്പോൾ ഈ ചിന്തകൾ കാണുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള സംഭവത്തിൽ എല്ലാ സിനിമകളിലും നല്ല വശങ്ങളുണ്ടാകാം, മോശം വശങ്ങളുണ്ടാകാം. അതിൽ നല്ല വശങ്ങൾ എടുക്കാനായിട്ട് നമ്മളെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുക്കണം. 2026 ജനുവരി 23 നിങ്ങളുടെ വീട്ടിനടുത്തുള്ള അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലെ ഒരുപാട് തിയേറ്ററുകളിൽ റിലീസാകുന്ന പടമാണ് കിരാത. കാണുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ബിഗ് ബഡ്ജറ്റ് എന്നൊന്നും വിചാരിക്കരുത്. പക്ഷേ നല്ല മെസ്സേജ്, ഒരു പാഠപുസ്തകം വായിക്കുന്ന പോലെ, ആ വായിച്ച് ചിന്തിക്കുന്ന പോലെ ഈ സിനിമ കാണുക. നല്ല 2-3 പാട്ടുകളുണ്ട്, നല്ല വിഷ്വൽസാണ്, ടച്ചിങ് പാട്ടുകളാണ് അതിനകത്തുള്ളത്. അപ്പോൾ എല്ലാ ടൈപ്പും ഉണ്ട്, റൊമാൻസും ആക്ഷനും ത്രില്ലറും സസ്പെൻസും നാടൻ പാട്ടും എല്ലാം കൊണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിക്ക് ഒരു എൻ്റർടൈനറായിട്ടുള്ള ഒരു നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് കിട്ടുന്ന 2.25 മണിക്കൂറുള്ള ഒരു കൊച്ചു പടമാണ്. തീർച്ചയായും എല്ലാവരും മൂവി തിയേറ്ററിൽ പോയി തന്നെ കാണാം. നമസ്കാരം.